കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് മുന്നണിയുടെ വാതിൽ തുറന്നിട്ട് CPIM PJ ജോസഫിനെ ഇടതു മുന്നണിയിലേക്ക് സ്വീകരിക്കാൻ പ്രയാസം എന്താണെന്ന MV ഗോവിന്ദന്റെ പ്രസ്താവന രാഷ്ട്രീയ ചർച്ചയായി. എന്നാൽ UDFിൽ സീറ്റ് തർക്കം എന്നത് മാധ്യമ സൃഷ്ടിയെന്ന് അപ്പു ജോസഫ് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പ്രചാരണം തകൃതിയാക്കി കളം നിറയുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. UDFിന്റെ പുതുയുഗയാത്ര ഇന്ന് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലും LDFിന്റെ മധ്യമേഖലാ വികസന മുന്നേറ്റ ജാഥ ആലപ്പുഴയിലും പുരോഗമിക്കുകയാണ്. BJPയുടെ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിന് നിതിൻ നവീൻ തൃശൂരിൽ ചുവരെഴുതി തുടക്കമിട്ടു. സ്വീകരിക്കാൻ പറ്റിയ കക്ഷിയാണോ ജോസഫ് എന്ന് ചോദിച്ചാൽ സ്വീകരിക്കുന്നതിൽ എന്താ പ്രയാസം? അല്ല, നിങ്ങൾ എന്തോ ഒരു പ്രയാസമില്ലാതല്ലോ നമ്മുടെ ചോദ്യം. എന്താ അതിലുള്ളൊരു പ്രയാസം? ഇല്ല അതാ കാര്യം. UDF സീറ്റ് വിഭജനത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സീറ്റുകൾ പിടിച്ചെടുക്കുമെന്ന വാർത്തകൾക്കിടെയാണ് MV ഗോവിന്ദന്റെ ക്ഷണം. എന്നാൽ മുന്നണിയിൽ പ്രശ്നമുണ്ടെന്നത് മാധ്യമ സൃഷ്ടിയാണെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ്. പാർട്ടിക്കുള്ള 10 സീറ്റുകളിലും ജയിക്കുന്ന സ്ഥാനാർത്ഥിയെ നിർത്തും. LDFിലേക്കുള്ള ജോസ് കെ മാണിയുടെ ക്ഷണം തമാശയാണെന്നും അപ്പു പറഞ്ഞു. ഈ 10 സീറ്റുകളിൽ നമ്മൾ നിർത്തുന്ന സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഒന്നല്ല ഒരു 10 പ്രാവശ്യം വട്ടം ചിന്തിച്ചിട്ടേ നിർത്താവുള്ളൂ എന്നുള്ളൊരു എന്താ പറയുന്ന ഒരു റിക്വസ്റ്റ്, ഒരു അഭ്യർത്ഥന കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തുമ്പം ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തി മത്സരിപ്പിക്കുക എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു പ്രാഥമികമായ ഉത്തരവാദിത്തമാണല്ലോ. അല്ല, ജോസ് കെ മാണി ചുമ്മാ ഒരു തമാശ പറഞ്ഞതല്ലേ. സീറ്റ് വിഭജനത്തിൽ RSPയും എതിർപ്പുമായി വന്നു. മട്ടന്നൂർ സീറ്റ് വേണ്ടെന്ന് UDFിനെ അറിയിച്ചെന്ന് ഷിബു ബേബി ജോൺ പറഞ്ഞു. RSPക്ക് സ്വാധീനമുള്ളത് തിരുവിതാംകൂറിലാണ്. മട്ടന്നൂർ ഞങ്ങൾക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് ഞങ്ങൾ അറിയിച്ചിട്ട് ഞങ്ങൾക്ക് വളരെ ദുർബലമായ ഘടകം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ സ്വാധീന മേഖല തിരുവിതാംകൂറാണ് പരമ്പരാഗതമായി. അതുകൊണ്ട് ആ നിലയിലേക്ക് അവിടെ വേണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള മുന്നണികളുടെ പ്രചാരണ ജാഥകൾ പുരോഗമിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ വട്ടം ചുറ്റിയാണ് ഇന്നും LDF UDF വാക്പോര്. 42 വർഷം ജമാഅത്ത് ഇസ്ലാമിയെ തോളിൽ കൊണ്ടു നടന്നവരാണ് CPIM എന്ന് VD സതീശൻ വിമർശിച്ചു. MV ഗോവിന്ദന് ബോധപൂർവമായ മറവി. ഗോവിന്ദൻ മാഷിന് മറവി രോഗമുണ്ട്. മറവി രോഗം. 42 വർഷക്കാലം ജമാഅത്ത് ഇസ്ലാമി CPMന്റെ കൂടെയായിരുന്നു. ഈ ഗോവിന്ദൻ മാഷ് നിരവധി പ്രാവശ്യം ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ആളാണ്. പിണറായി വിജയൻ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ആളാണ്. പരസ്യമായി ഞാൻ ഗോവിന്ദൻ മാഷിന് ഇന്ന് തന്നെ അദ്ദേഹത്തിന് പിണറായി വിജയൻ ജമാഅത്ത് ഇസ്ലാമിയെ ന്യായീകരിച്ചുകൊണ്ട് പ്രസംഗിച്ചതിൻ്റെ ക്ലിപ്പ് അയച്ചു കൊടുക്കാം. ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പേജ് അയച്ചു കൊടുക്കാം. മറവി രോഗം വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. UDF ജാഥ വർഗീയ ശക്തികളെ വെള്ളപൂശുന്നുവെന്നായിരുന്നു MV ഗോവിന്ദന്റെ വിമർശനം. പ്രതിപക്ഷ നേതാവ് RSSനെയും ജമാഅത്തെ ഇസ്ലാമിയെയും വെള്ളപൂശുന്നു. RSSനെയും ജമാഅത്തെ ഇസ്ലാമിയെയും ന്യായീകരിക്കാൻ യാതൊരു മടിയുമില്ലാത്ത പ്രതിപക്ഷ നേതാവ് വർഗീയ ശക്തികളുമായി ചേർന്നുകൊണ്ടാണ് വരാൻ പോകുന്ന കേരള രാഷ്ട്രീയം, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. വർഗീയമായ നിലപാട് സ്വീകരിക്കുന്നവരല്ല എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസാണ്. BJPയുടെ പുതിയ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൽ തൃശൂരിൽ ചുവരെഴുതിയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. രാഷ്ട്രീയ വോട്ടുകൾക്ക് പുറമെ 10% വോട്ട് കൂടി ഉയർത്തണമെന്ന് BJP കേരള നേതൃത്വത്തിന് ദേശീയ അധ്യക്ഷന്റെ നിർദ്ദേശം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം. സിറ്റിംഗ് MPമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനുഗോലു കോൺഗ്രസ് നേതൃത്വത്തിന് കൈമാറി. MPമാർ മത്സരിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും ഉപതെരഞ്ഞെടുപ്പുകൾ വേണ്ടിവന്നാൽ ലോക്സഭാ സീറ്റുകൾ നഷ്ടപ്പെടുമെന്നും കനുഗോലു മുന്നറിയിപ്പ് നൽകുന്നു. 5ഓളം MPമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചതിനു പിന്നാലെയാണ് കനുഗോലുവിന്റെ നിർദ്ദേശം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലെ MPമാർ മത്സരരംഗത്തിറങ്ങുന്നത് ഗുണകരമാകില്ലെന്ന് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ചുക്കാൻ പിടിക്കുന്ന സുനിൽ കനുഗോലുവിന്റെ റിപ്പോർട്ട്. വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ കനുഗോലുവിന്റെ നേതൃത്വത്തിലുള്ള മൈൻഡ് ഷെയർ അനലറ്റിക്സ് നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട്. സിറ്റിംഗ് MPമാർ മത്സരിക്കുന്നത് ആ ലോക്സഭാ മണ്ഡലങ്ങളിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ തിരിച്ചടിക്ക് കാരണമാകും. MPമാർ വിജയിച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് മറ്റൊരു അപകടമാണ്. പല ലോക്സഭാ മണ്ഡലങ്ങളും കോൺഗ്രസിന് നഷ്ടപ്പെടാനിടയാകുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട്.
ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മുൻപ് MLA-മാരെ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചത് മൂലം വട്ടിയൂർക്കാവും കോന്നി തുടങ്ങിയ നിയമസഭാ സീറ്റുകൾ നഷ്ടമായത് റിപ്പോർട്ടിൽ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കെ സുധാകരൻ, അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങി 5ഓളം എംപിമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള താൽപര്യം വ്യക്തമാക്കിയതിനെ തുടർന്നാണ് സുനിൽ കനകോലു റിപ്പോർട്ട് കൈമാറിയത്. UDF അധികാരത്തിലെത്തിയാൽ മന്ത്രിമാർ ആകാമെന്ന മോഹത്തോടെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ താൽപര്യപ്പെടുന്ന എംപിമാർക്ക് തിരിച്ചടിയാണ് സുനിൽ കനുകോലുവിന്റെ റിപ്പോർട്ട്. എംപിമാർ മത്സരരംഗത്തിറങ്ങുന്നതിനെ കുറിച്ച് അന്തിമ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് ആയിരിക്കും എടുക്കുക. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.